is now being recorded. So good afternoon once again. Last day we have discussed the illustration 1. Illustration 1 discuss ചെയ്തിരുന്നു. അപ്പം ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ വാട്ട് ഈസ് അലോക്കേഷൻ. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം ഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലായാൽ അതിനെയാണ് നമ്മൾ അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നമുക്ക് ഇൻഡിവിജ്വലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് അപ്പോർഷൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ലോജിക്കൽ ബേസിസിൽ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ബേസിസിൽ നമുക്കത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതിൽ ഒരു കേസാണ് നമ്മൾ കണ്ടത്. ഇറ്റ് വാസ് അബൌട്ട് പർച്ചേസസിന്റെ ബേസിസിൽ വി വിൽ ഡിവൈഡ് ക്യാരേജ് ഇൻവേർട്സ്. അതാണ് നമ്മൾ കണ്ടത്. ക്യാരേജ് ഇൻവേർട്സ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് കോമൺ ആയിട്ട് തന്നാൽ യു ഹാവ് ടു അപ്പോർഷൻ, ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് നെറ്റ് പർച്ചേസ്. വാട്ട് ഇസ് നെറ്റ് പർച്ചേസ്? പർച്ചേസിൽ നിന്ന് റിട്ടേൺസ് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫിഗറിനെയാണ് we call it by the name net purchase. So purchases less returns, അതാണ് net purchase. ആ എമൗണ്ടിന്റെ ബേസിസിലായിരിക്കണം ഓൾവേസ് യു ഹാവ് ടു അപ്പോർഷൻ ദ ക്യാരേജ് ഇൻവേർട്സ്. ഈ ഒരു കേസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അലോക്കേഷൻ അപ്പോർഷൻമെന്റ് എന്താന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ ദ ഫോർമാറ്റ് ഓഫ് എ ട്രേഡിംഗ് അക്കൗണ്ട്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. And there is no much difference. ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതുകയും എത്ര ഡിപ്പാർട്ട്മെന്റ് ആണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് എമൗണ്ട് കോളംസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. വേറെ വ്യത്യാസമൊന്നും ഇല്ല. മൂവിങ് ഓൺ ടു ദ പ്രോബ്ലം, നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞു ഐ ജസ്റ്റ് ആസ്ക് യു ടു ജസ്റ്റ് ട്രൈ. പറ്റുന്നവരോട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓക്കെ ഫൈൻ. എനിവേ വി വിൽ ഡു ഇറ്റ് നൗ. വാട്ട് എവർ ഇപ്പം നോട്ട്സ് എഴുതുന്ന കാര്യമൊക്കെ കുറച്ച് പേര് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. യു ഹാവ് ടു റൈറ്റ് ഷോർട്ട് സമ്മറി. എടുക്കുന്ന തിയറിയുടെ ആയാലും ആസ് വെൽ ആസ് ദി പോയിന്റ്സ് എഴുതാൻ പറ്റുന്ന കേസസിലെല്ലാം നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് തന്നെ എഴുതി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പ്രോബ്ലം യു ട്രൈ ടു ഡു ഇറ്റ് അലോങ് വിത്ത് മീ. എവിടെയെങ്കിലും മിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഐ ആം ഷെയറിംഗ് ദ റെക്കോർഡഡ് സെഷൻ ഓൾവേസ്. സോ വി വിൽ ബി ഡൂയിങ് ദി പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 1 നൗ. ഇറ്റ്സ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരെല്ലാവരും എടുത്ത് നോക്കുക. പേജ് നമ്പർ 5.32 യു ജസ്റ്റ് റിപ്ലൈ വെൻ എവർ ഐ ആം ആസ്ക് യു ടു ഗിവ് റിപ്ലൈസ്. പ്രത്യേകിച്ച് പ്രോബ്ലം ആയതുകൊണ്ട് അതർവൈസ് യു വോണ്ട് ഫൈൻഡ് ഇറ്റ് ഈസിയർ. ഓൺലൈൻ ക്ലാസ് ആണ്, ഞാൻ വെറുതെ പറയും, നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. സോ ട്രൈ ടു ഡു ഇറ്റ് അലോങ് വിത്ത് മീ. അപ്പോൾ ക്വസ്റ്റ്യൻ പറയാം. ദ ക്വസ്റ്റ്യൻ ഇസ് പ്രിപ്പയർ from the following, prepare trading account of department A and B. എയുടെയും ബിയുടെയും trading account ആണ് of Kairali stores for the year ending 31st March 2017. This is the question. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇന്നലെ നമ്മൾ ഇല്ലസ്ട്രേഷനെ ഡിസ്കസ് ചെയ്ത പോലെ there are 5 items. 5 കാര്യങ്ങൾ ഡയറക്റ്റ്ലി നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എയുടെ എത്രയാണ് ബിയുടെ എത്രയാണെന്ന്. ആകെ ഒരു കാര്യം മാത്രമേ നമുക്ക് കോമൺ ആയിട്ട് തന്നിട്ടുള്ളൂ. അത് ക്യാരേജ് ഇൻവേർട്സ് ആണ്. അതിന്റെ ടോട്ടൽ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് യു ഹാവ് ടു അപ്പോർഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ക്യാരേജ് ഇൻവേർട്സിന്റെ ബേസിസിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. സോ ആ വർക്കിംഗ് അത് ഒറ്റ ഒരു ഐറ്റമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അതിന്റെ വർക്കിംഗ് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഹിയർ ഇൻ ദ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി പർച്ചേസസേ തന്നിട്ടുള്ളൂ, റിട്ടേൺസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഈ തന്നിരിക്കുന്ന എമൗണ്ട് തന്നെയാണ് പർച്ചേസസിന്റെ എമൗണ്ട്. എന്ത് കുറയ്ക്കണ്ട? റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറയ്ക്കണം. കുറച്ചിട്ടുള്ള എമൗണ്ടിന്റെ ബേസിസിലായിരിക്കണം നിങ്ങൾ ക്യാരേജ് ഇൻവേർഡ് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം. പർച്ചേസസ്, സോ പർച്ചേസസ് എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ എ ഈസ് ടു ബി. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എയുടെയും ബിയുടെയും ഡിവൈഡ് ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇറ്റ് ഇസ് 1,50,000 ആൻഡ് 2,50,000. You just cut the zeros and 15:25 എന്ന് കിട്ടും. ആ 15:25 നിങ്ങൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 3:5. 3:5. Okay, that is the ratio in which you have to divide the carriage inverts. Carriage inverts divide ചെയ്യേണ്ട റേഷ്യോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3:5.
ഞാൻ ഈ പറയുന്ന കാര്യം യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വർക്കിംഗ് നോട്ട്. Then how will you calculate the carriage inverse? Carriage inverse, അത് എയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. the amount of carriage inward is 40,000. 40,000 rupees ആണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് between A and B. So 40,000 into റേഷ്യോയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 3 + 5 8 ആണ്. അപ്പോൾ 3/8 എയുടേതും and 5/8 belongs to B. അപ്പോൾ 40,000 into 3/8, the amount is 15,000. and B എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 40,000 into 5/8. So the amount becomes 25,000. ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും ക്ലിയർ ആണോ? പ്ലീസ് റിപ്ലൈ ഇൻ ദ ചാറ്റ് ബോക്സ്. ക്ലിയർ ആണ് മിസ്. ഓക്കെ, ഗുഡ്. താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. അപ്പോൾ നമ്മൾ ക്യാരേജ് ഇൻവേർഡ് ഡിവൈഡ് ചെയ്ത് ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞു, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതുന്നതിന് പകരം യു ആർ റൈറ്റിംഗ് ദ ഹെഡിങ് ആസ് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ട്. സോ യു ക്യാൻ റൈറ്റ് അലോങ് വിത്ത് മീ. ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് കൈരളി സ്റ്റോഴ്സ് for the year ended for the year ended 31st March 2017. After that you can write debit and credit. So A the amount, likewise the amount of B department. Can also add a total column, which it's not mandatory one. ഡിപ്പാർട്ട്മെന്റിന്റെ റിസൾട്ട്സ് ആണ് നമുക്ക് ആക്ച്വലി ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ്ങിൽ വേണ്ടത്. ചില ക്വസ്റ്റിനകത്ത് ദേ ഹാവ് ഇൻക്ലൂഡഡ് ആൻഡ് അനദർ വൺ നത്തിങ്. വേറെ ഒന്നുമല്ല ചെയ്യുന്നത്, ഈ 2 എമൗണ്ട് കോളത്തിന് ജസ്റ്റ് ടോട്ടൽ എഴുതുന്ന ഒരു കോളം, അത്രേ ഉള്ളൂ. Hope you have all drawn the accounts. First item നോക്കാം, it is opening stock. Opening stock you will record it in the debit side, and the second item is sales. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുക അക്കൗണ്ടിന്റെ. പർച്ചേസസ് യു വിൽ റെക്കോർഡ് ഇറ്റ് ഇൻ ദി ഡെബിറ്റ് സൈഡ്. ഈ പർച്ചേസും സെയിൽസും മറക്കരുത്, റിട്ടേൺസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം.
Closing stock you will record always in the credit side of trading account. Direct expenses, as we discussed, expenses ആയതുകൊണ്ട് you will record it in the debit side. പിന്നീടുള്ള item എന്ന് പറഞ്ഞാൽ it's carriage inwards. Carriage inwards you will record it in the debit side. അത് എങ്ങനെയാണ് അതിന്റെ amount എന്ന് നമ്മൾ already calculate ചെയ്ത് വെച്ചിട്ടുണ്ട്. So based on the order, questionലെ order തന്നെ നമുക്ക് ചെയ്തു പോവാം. The first item is opening stock. So opening stock, the amount is 15,000 and 60,000. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് is sales. So sales you can record it in the credit side, 1,80,000 and 4 lakh. അടുത്ത ഐറ്റം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പർച്ചേസസ്. സോ ഡെബിറ്റ് സൈഡ് പർച്ചേസസ് amount is 1,50,000 and 2,50,000. Then next item given in the question is closing stock. So credit side record here, closing stock. The amount is 30,000 and 75,000. Then direct expenses at the debit side. Direct expenses 18,000 and 40,000. And finally നമുക്ക് തന്നിട്ടുള്ള ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുള്ള എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പോർഷൻ ചെയ്ത് വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിച്ച എമൗണ്ട് 15,000ഉം 25,000. ക്യാരേജ് ഇൻവേർട്സ്. and 25,000. Nothing, no item left. എല്ലാം നമ്മൾ അക്കൗണ്ടിനകത്ത് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ യു ജസ്റ്റ് ടോട്ടൽ the total ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ടോട്ടൽ കൂടുതൽ 1,80,000 പ്ലസ് 30,000 2,10,000. അപ്പോൾ എയുടെ രണ്ട് സൈഡിലും എഴുതുക 2,10,000. അപ്പോൾ ടോട്ടൽ ചെയ്ത് നോക്കുക. വാട്ട് ഇസ് ദി ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ്? ഡെബിറ്റ് സൈഡിൽ ഇപ്പോൾ എത്രയുണ്ട് ടോട്ടൽ? $1,98,000. Yes, 1,98,000 ഉണ്ട് ഇപ്പോൾ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ. സോ 1,98,000 യു ഹാവ് ടു സബ്ട്രാക്ട് ഇറ്റ് ഫ്രം ദ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ. അതായത് 2,10,000 നിന്ന് 1,98,000 മൈനസ് ചെയ്യാം. വാട്ട് ഇസ് ദ ബാലൻസിംഗ് ഫിഗർ? നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാ? വാട്ട് ഇസ് ദ ബാലൻസിംഗ് ഫിഗർ? 12,000. 12,000. So 12,000 is the gross profit. Gross profit. Gross profit carried out. ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, അവിടെ ജസ്റ്റ് ക്യാരി ഡൗൺ മാത്രം ചെയ്തിട്ടിരുന്നാൽ മതി. ഇനി മൂവിങ് ടു ദി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ എത്രയാ? B, Department B, debit side total. $3,75,000. Yes, 3,75,000. Debit side 3,75,000. Credit side നോക്കുക, it is 4,75,000.
So that was the highest one. രണ്ട് സൈഡിലും എഴുതാം. Balancing figure 4,75,000 minus 3,75,000. The answer is 1 lakh. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്ന് മനസ്സിലാക്കാൻ യു ക്യാൻ ജസ്റ്റ് ക്യാരി ഡൗൺ എഴുതിയിട്ടുണ്ട്, എന്നാലും യു ക്യാൻ പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക് ദർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പ്രോഫിറ്റബിലിറ്റിയുടെ ടേംസിൽ പറഞ്ഞാൽ ആരാണ് കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്? ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നന്നായി പെർഫോം ചെയ്യുന്നത് കമ്പയർഡ് ടു എ. പ്രോഫിറ്റിന്റെ ടേംസിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്നാ സ്റ്റോക്കിന്റെ ടേംസിൽ നിങ്ങൾ നോക്കിയേ, കുറവ് സ്റ്റോക്ക് ഉള്ളത് ആർക്കാ? എക്ക്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് ഇങ്ങനെ സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്താൽ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ്. ക്ലിയർ? അപ്പം യെസ്റ്റർഡേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ ട്രേഡിംഗ് അക്കൗണ്ട് അതിന്റെ ഒരു ഇലിസ്ട്രേഷൻ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ ഫസ്റ്റ് പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്തു. മൂവിങ് ഓൺ. Hope you all have finished the question. You just make a reply in the box. Chat box നകത്ത് റിപ്ലൈ ചെയ്യാം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. താങ്ക് യു. സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ഏരിയ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു നോർമൽ സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ട് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ട്. ആകെ ഒരു വ്യത്യാസം, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ മീൻസ് കോളംസ് മെയിൻറ്റെയിൻ ചെയ്യും. ഇതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിപ്പാർട്ട്മെന്റൽ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് എഴുതുന്നു, പിന്നെ കോളംസ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫൈനൽ അക്കൗണ്ട്സിന്റെ കേസ് പറഞ്ഞപ്പോൾ വെൻ വി ഹാവ് ഡിസ്കസ് ഇൻ ദി ഫസ്റ്റ് ക്ലാസ്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും വാട്ട് ഓൾ ഫൈനൽ അക്കൗണ്ട്സ് വിച്ച് വി പ്രിപ്പയർ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യമാണ് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മളിപ്പോൾ പഠിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ പി ആൻഡ് എൽ പറഞ്ഞു. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഈ ചാപ്റ്ററിൽ കാണുന്ന ഒരു കാര്യമാണ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോർമൽ സാധാരണ നിങ്ങൾ ഒരു പി ആൻഡ് എൽ അക്കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ത് കൈൻഡ് ഓഫ് അക്കൗണ്ട് ആണ്? റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ? ഇത് രണ്ടും നോമിനൽ അക്കൗണ്ട്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ വേറൊന്നുമല്ല, ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ എഴുതുന്നതെല്ലാം എക്സ്പെൻസസ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ എഴുതുന്നതെല്ലാം ഇൻകം ആയിരിക്കും. ഇതേ നമ്മുടെ തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു ഈ ഡിപ്പാർട്ട്മെന്റൽ പി ആൻഡ് എൽ പോലെ തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റൽ പി ആൻഡ് എൽ ഇപ്പൊ നിങ്ങൾ ചെയ്ത ട്രേഡിംഗ് പോലെ എത്ര ഡിപ്പാർട്ട്മെന്റ് ആണോ അതിനെല്ലാം എമൗണ്ട് കോളം കാണും. പക്ഷേ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ആ ഓർഗനൈസേഷന് മൊത്തത്തിൽ എത്ര തന്നെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിക്കോട്ടെ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ഈ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു എമൗണ്ട് കോളമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്ത് തരം എക്സ്പെൻസും എന്ത് തരം ഇൻകം ആയിരിക്കും? നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പ്രിൻസിപ്പളിന്റെ കേസ് പറഞ്ഞു. പ്രിൻസിപ്പൾ വർക്ക് ചെയ്യുന്നത് ഹോൾ കോളേജിന് വേണ്ടിയാണ്, അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കുന്ന ശമ്പളം. അതുപോലെ ജനറൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനം മൊത്തത്തിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന ശമ്പളമൊന്നും നമുക്ക് എക്ക് എത്ര ബിക്ക് എത്ര എന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വർക്ക്സ് മാനേജർ, ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു, വർക്ക്സ് മാനേജർ എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ എമൗണ്ട് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു അതിന്റെ ബേസിസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറൽ മാനേജർ, ഒന്നും കൂടെ പറയാണ്, ജനറൽ മാനേജർ സാലറി എന്ന് തന്നാൽ നമുക്കത് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ് വീതിച്ച് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതായ എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഇൻകവും, കോളേജിൽ നിന്ന് കിട്ടുന്ന ഇൻകം എല്ലാം കൂടി ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് കരുതുക.
ഓരോ ഡിപ്പാർട്ട്മെന്റിനല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നത്, കോളേജിന് മൊത്തത്തിലാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇൻകം നമുക്ക് ആസ് എ ഹോൾ ആ സ്ഥാപനം മൊത്തത്തിൽ കിട്ടുന്നത്. അങ്ങനെയൊക്കെ വരുന്ന ഇൻകം നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഇൻകം നമ്മൾ ഈ ജനറൽ പി ആൻഡ് എൽ ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. അപ്പൊ ജനറൽ പി ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ പഴയ നിങ്ങൾ പഠിച്ചിട്ടുള്ള പി ആൻഡ് എൽ തന്നെയാണ്, ഒരു എമൗണ്ട് കോളമേ ഉണ്ടാവുള്ളൂ. കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള എക്സ്പെൻസസും ഇൻകവും റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട് ചെയ്യുന്നത്. സോ അതാണ് അടുത്ത് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറയാമെന്ന് പറഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്ത ഒരു പോർഷൻ. പ്യുവർലി ഫിനാൻഷ്യൽ എക്സ്പെൻസസ് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, കുറെ പഴയ ബെഞ്ചുകളോ ഡെസ്കുകളോ ഒക്കെ കോളേജിലുണ്ടായിരുന്നു, അതിനൊക്കെ എടുത്ത് സെല്ല് ചെയ്യുന്നു. അസറ്റ്സ്, കോളേജിനെ സംബന്ധിച്ച് അതെല്ലാം അസറ്റ്സ് ആണല്ലോ. ഫർണിച്ചേഴ്സ്, അപ്പം അസറ്റ് ഒക്കെ സെല്ല് ചെയ്യുന്നു. ചിലപ്പോൾ അതിൽ നിന്ന് ലോസ് ആയിരിക്കും, ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന എമൗണ്ട്. ഒരു ലോൺ എടുത്തു, ഓർഗനൈസേഷൻ മൊത്തത്തിലെ ലോൺ എടുക്കുന്നത്, ഡിപ്പാർട്ട്മെന്റുകളല്ല ലോൺ എടുക്കുന്നത്. അപ്പം അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞ ജനറൽ മാനേജർ സാലറി. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെയെല്ലാം, അങ്ങനത്തെ എക്സ്പെൻസസുകളെയെല്ലാം നമ്മൾ പ്യുവർലി ഫിനാൻഷ്യൽ എക്സ്പെൻസസുകൾ എന്ന് പറയും. അതിനെ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ? ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിലെ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇനി അതുപോലെ നമുക്ക് പ്യുവർലി ഫിനാൻഷ്യൽ ഇൻകം ഉണ്ടാവും. അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നിന്റെ ബേസിസിൽ വീതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിന് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ ഡിവിഡൻഡ് കിട്ടാം. ഇതെല്ലാം ആ ഓർഗനൈസേഷന് ആസ് എ ഹോൾ ആണ് കിട്ടുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം ഈ പറഞ്ഞിരിക്കുന്ന, ഈ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇത്രയും വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ, കൂടുതലായിട്ട് ഒന്നും വരില്ല. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി എക്സ്പെൻസുകളുടെ കേസിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരാൻ ചാൻസ് ജനറൽ മാനേജർ സാലറി ആയിരിക്കും. ഇൻകത്തിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ബാങ്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡുകളായിരിക്കും എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് കാണാൻ ചാൻസ്. അപ്പൊ അത് ഇൻകം ആണെന്ന് മനസ്സിലാക്കുക, ജനറൽ മാനേജർ സാലറി എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കുക. ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇനി മൂവിങ് ഓൺ ടു ദി ഇലിസ്ട്രേഷൻ 2. ഇതും കൂടെ നമ്മൾ പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പേജ് നമ്പർ 5.9. പേജ് നമ്പർ 5.9 ക്വസ്റ്റ്യൻ ഉണ്ട്. A firm has two departments, X and Y. During the year ended 31st March 2017, their books of accounts reveal the following. X ഉം Y ഉം രണ്ട് ഡിപ്പാർട്ട്മെന്റ്. Opening stock, we will record it in the debit side of trading account. അടുത്ത് തന്നിരിക്കുന്ന ഐറ്റം പർച്ചേസസ് റിട്ടേൺസ് ഉണ്ടോ എന്ന് പ്രത്യേകം ലിസ്റ്റ് നോക്കുക. താഴെ റിട്ടേൺ ഉണ്ട്. അപ്പം 32,000 എക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റിട്ടേൺസ് 2,000 കുറച്ചിട്ട് 30,000 ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ലൈക്ക് വൈസ് 45,000 പർച്ചേസസിന്റെ 45,000 റിട്ടേൺസ് ഉണ്ട്, 5,000 മൈനസ് ചെയ്യുക, 40,000 ആണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ സെയിൽസ് അതുപോലെ നോക്കുക, തൊട്ട് താഴെ തന്നെ റിട്ടേൺസ് തന്നിട്ടുണ്ട്. സോ 76,000 മൈനസ് 6,000 70,000 ആണ് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ വൈ ഡിപ്പാർട്ട്മെന്റിന്റെ 81,000 മൈനസ് 1,000 യു ഹാവ് ടു റെക്കോർഡ് ദ 80,000 ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത് വൈഡ്. ഇനി അടുത്ത ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക്, അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ദെൻ സാലറീസ് ട്രേഡിംഗ് അക്കൗണ്ട് അല്ല, അത് ഏത് അക്കൗണ്ടിലോട്ട് പോകും? ഇറ്റ് ഗോസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആസ് ഓൾവേസ് വെൻ ഐ കവർ ഈ ഫൈനൽ അക്കൗണ്ട്സ് ആയാലും കാര്യമായാലും ട്രേഡിംഗ് അക്കൗണ്ടിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുക. വാട്ട് എവർ ഐറ്റംസ് വിച്ച് വി ആർ നോട്ട് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ, അതായത് എക്സ്പെൻസുകളും ഇൻകവും, എക്സ്പെൻസും ഇൻകവും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാത്ത കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് വരും? പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് വരും. കമ്മീഷൻ ഓൺ സെയിൽസ്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, പ്രൊഡക്ഷനും ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുമെങ്കിൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് വരും. അപ്പൊ അത് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ ഒന്നും തന്നെ അങ്ങനെ എടുത്തു പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതിന് എക്സ്പെൻസ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി ദി എക്സ്പെൻസസ് നോട്ട് ഡയറക്ട്ലി ചാർജബിൾ ടു എനി ഡിപ്പാർട്ട്മെന്റ്.
ഏത് ഡിപ്പാർട്ട്മെന്റിനാണെന്നറിയില്ല, പക്ഷെ ഇത്രയും എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അർത്ഥം ഇത് ഇത്രയും എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? വി ഹാവ് ടു അപ്പോർഷൻ. നേരത്തെ തൊട്ട് മുന്നേത്തെ പേജിൽ തന്നിരിക്കുന്ന ഈ കാര്യം അലോക്കേറ്റ് ചെയ്താണ് തന്നിരിക്കുന്നത്. അടുത്ത പേജിൽ പറഞ്ഞിരിക്കുന്ന ഈ എക്സ്പെൻസസുകൾ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. സി ക്യാരേജ് ഓൺ സെയിൽസ് ആണ്. അപ്പോൾ ആ ക്യാരേജ് വളരെ വ്യക്തമാണ്. ക്യാരേജ് ഓൺ സെയിൽസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ രണ്ട് രീതിയിലായിരിക്കും തരാൻ ചാൻസ്. ഒന്ന് ക്യാരേജ് ഓൺ സെയിൽസ് എന്നായിരിക്കും പറയുന്നത്. സോ ക്യാരേജ് ഓൺ സെയിൽസ്, അതുപോലെ തന്നെ ക്യാരേജ് ഓൺ പർച്ചേസ്. Carriage on sales is, what is that? Carriage outwards. അത് always എന്തിന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യണം? You have to divide it in the basis of net sales. നെറ്റ് സെയിൽസിന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യണം. അതായത് സെയിൽസിൽ നിന്നും റിട്ടേൺ ഔട്ട്വേർഡ്സ്, കാരണം സ്ഥാപനത്തിന് പുറത്തോട്ട് പോകുന്ന കാര്യങ്ങൾ. അതുപോലെ ക്യാരേജ് ഓൺ പർച്ചേസ് അല്ല എങ്കിൽ ദാറ്റ് ഈസ് ക്യാരേജ് ഇൻവേർഡ്സ്. ദിസ് യു ഹാവ് ടു റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഒരു ബോക്സ് വരച്ച് എഴുതാൻ പറ്റുമെങ്കിൽ, കാരണം കുറച്ച് കാര്യങ്ങളായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതി പോവും. സോ ക്യാരേജ് ഇൻവേർഡ്സ് യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് നെറ്റ് പർച്ചേസസ്. That is purchases minus return inwards. ഇനി അപ്പൊ ക്യാരേജ് ഓൺ സെയിൽസും ക്യാരേജ് ഓൺ പർച്ചേസും എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് മനസ്സിലായി. റിട്ടേൺസ് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. Then rent and rates, miscellaneous expenses. ഈ ക്വസ്റ്റ്യൻ, അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിന്റെ താഴത്തെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിരിക്കും. റെന്റ് ആൻഡ് റേറ്റ്സ് ആൻഡ് മിസ്സലേനിയസ് എക്സ്പെൻസസ് ആർ ടു ബി അപ്പോർഷൻ ഈക്വലി എമംഗ് ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ഈക്വലി അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 4000 രൂപയാണെങ്കിൽ 2 ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ 4000 ഡിവൈഡഡ് ബൈ 2, ഓരോ ഡിപ്പാർട്ട്മെന്റിലും 2000 റുപ്പീസ് വെച്ച് വരും. ഇനി മിസ്സലേനിയസ് എക്സ്പെൻസസ് 3000 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ 3000 നമ്മൾ ഈക്വലി 2 ഡിപ്പാർട്ട്മെന്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് 1500 ഈച്ച്. ഓരോ ഡിപ്പാർട്ട്മെന്റും 1500. കണ്ടോ? പിന്നീട് പറഞ്ഞിരിക്കുന്ന 2 ഐറ്റം ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ, ജനറൽ മാനേജർ സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇത് എവിടെ എടുക്കാവൂ? യു ആർ സപ്പോസ് ടു റെക്കോർഡ് ഇറ്റ് ഇൻ ദി ജനറൽ P&L അക്കൗണ്ട്. ജനറൽ P&L അക്കൗണ്ടിലാണ് ആ എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാരേജ് ഓൺ സെയിൽസും ക്യാരേജ് ഓൺ പർച്ചേസിനും നമ്മൾ പറഞ്ഞു സെയിൽസിന്റെ റേഷ്യോ. ഇവിടെ സെയിൽസിന്റെ റേഷ്യോ എടുത്താൽ റിട്ടേൺസ് കുറച്ചിട്ട് എടുത്താൽ 70,000ഉം 80,000. 70,000 ആൻഡ് 80,000 ആണ് സെയിൽസ്. അപ്പോൾ 7:8 എന്ന് കിട്ടും സെയിൽസിന്റെ റേഷ്യോ. ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ക്യാരേജ് ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ ക്യാരേജ് ഓൺ സെയിൽസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാരേജ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. അപ്പൊ 3000 റുപ്പീസിനെ യു ആർ സപ്പോസ് ടു ഡിവൈഡ് ഇറ്റ് ബിറ്റ്വീൻ divide it in the ratio 7:8. 7:8. അപ്പോൾ 1400 1600 എന്ന് കിട്ടും. ഏടത് വീടത് same 3000 into 8/15. You will get 1600. Okay, this is the way in which you will divide the carriage outwards.
ഇനി ഇതേപോലെ തന്നെ പർച്ചേസസ് നോക്കുക, 32ഉം 2ഉം, അപ്പോൾ 30,000 45,000, 30,000 ആൻഡ് 45,000, അപ്പോൾ 30:45, അതാണ് പർച്ചേസസ്. So you can divide it again, അത് subdivide ആയി പോവും. ത്രീയുടെ ഇതിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. 10:15, again it is 2:3. അപ്പോൾ ഫൈനൽ റേഷ്യോ എന്ന് പറയുന്നത് 2:3. ഈ പർച്ചേസസിൻ്റെ ബേസിസിൽ നമ്മൾ ക്യാരേജ് ഇൻവേർട്സ്, ഈ ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് തന്നെ തന്നിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. സോ എമൗണ്ട് എന്ന് പറയുന്നത് 3,500. ആ 3,500 ക്യാരേജ് ഇൻവേർട്സിനെ എക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 3,500 into 2/5, that is 1,000. $1,400 and 3,500 into 3/5. It is 2,100. സോറി, ഇതിനകത്തൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. 30:40 ആയിരുന്നു. 40,000 നിന്ന് റിട്ടേൺസ് പോയ എമൗണ്ട്. അപ്പോൾ ദ റേഷ്യോ ബിക്കംസ് 3:4 ആണ്. റിട്ടേൺസ് കുറച്ച് എമൗണ്ട് വേണം എടുക്കാൻ. സോ 3:4 ബിക്കംസ് ദ റേഷ്യോ. സോ 3/7 ആൻഡ് 4/7. $1,500 and 2,000. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനകത്ത് കോമൺ ആയിട്ട് വന്ന ക്യാരേജ് ഓൺ സെയിൽസ്, സെയിൽസിന്റെ ബേസിസിൽ, നെറ്റ് സെയിൽസിന്റെ ബേസിസിൽ ഡിവൈഡ്. ക്യാരേജ് ഓൺ പർച്ചേസസ്, പർച്ചേസസ് നെറ്റ് പർച്ചേസസിന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യണം. റെന്റ് ആൻഡ് റേറ്റ്സും മിസ്ലേനിയസ് എക്സ്പെൻസും ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈക്വലി ഡിവൈഡ് ചെയ്യുക. പിന്നെ ഈ ജനറൽ മാനേജർ സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ ജനറൽ P&L അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്യും. സി ഹൗ ദേ ഹാവ് ഡൺ ദിസ്. ട്രേഡിംഗ് ആൻഡ്, ഇവിടെ നിങ്ങൾ പ്രത്യേകം എഴുതണം, ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എക്സ് ആൻഡ് വൈ. എന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കത്തിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതുന്നുണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ എന്ന് എഴുതിയാൽ മതി. ഫോർ ദ ഇയർ എൻഡഡ് 31st March 2017. ആസ് വി ഡിസ്കസ്ഡ്, അവർ ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ട എല്ലാം റെക്കോർഡ് ചെയ്തു. ബാലൻസിങ് ഫിഗർ വാസ് ഗ്രോസ് പ്രോഫിറ്റ്. മറക്കരുത്, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ചെയ്താൽ മറക്കാതെ ബ്രോഡ് ഡൗൺ ചെയ്യുക. ദെൻ P&L എഴുതേണ്ട അലോക്കേഷൻ ഡയറക്ട്ലി ക്വസ്റ്റിന് തന്നിട്ടുള്ളതായിരുന്നു, സാലറി കമ്മീഷനും, അത് റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ച ക്യാരേജ് ഔട്ട്വേർഡ്സും റെന്റ് ആൻഡ് റേറ്റ്സ് ഈക്വലി വീതിച്ചു കൊടുത്തു. മിസ്സലേനിയസ് എക്സ്പെൻസ് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. വെരി 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 ഇമ്പോർട്ടൻറ്റ്, വാട്ട് യു ഗെറ്റ് ഇസ് നോട്ട് ദ നെറ്റ് പ്രോഫിറ്റ്. അത് നിങ്ങൾ എന്തെന്നാ അവിടെ എഴുതേണ്ടത്? അതായത് ദിസ് എമൗണ്ട് യു വിൽ ബി ട്രാൻസ്ഫറിങ് ടു ജനറൽ P&L അക്കൗണ്ട്. ജനറൽ P&L അക്കൗണ്ടിലേക്കാണ് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പൊ ശരിക്കും പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടുന്നത് ഏത് അക്കൗണ്ടിൽ നിന്നായിരിക്കും? ജനറൽ P&L അക്കൗണ്ടിൽ നിന്നായിരിക്കും. അപ്പൊ സാധാരണ നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ എഴുതി, ഹയസ്റ്റ് ക്രെഡിറ്റ് സൈഡിലാണ്, അത് രണ്ട് സൈഡിലും എഴുതി. ഡെബിറ്റ് സൈഡിലെ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ കിട്ടും.
24,600 22,900. അങ്ങനെ കിട്ടിയ എമൗണ്ട് യു ഷുഡ് നോട്ട് റൈറ്റ് ആസ് നെറ്റ് പ്രോഫിറ്റ്. കാരണം വൺ മോർ സ്റ്റെപ്പ് ഈസ് ദർ. പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ ബാലൻസിങ് ഫിഗറിനെ നമ്മൾ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങൾ ഇവിടെ ചെയ്ത പോലെ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ ക്യാരി ഡൗൺ ചെയ്തിട്ട് ഈ വശത്തേക്കാണ് ബ്രോഡ് ഡൗൺ ചെയ്തത്. അതുപോലെ തന്നെ വാട്ട് എവർ ബാലൻസ് യു ആർ റൈറ്റിംഗ് ഹിയർ, ഇവിടെ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട് എന്നാണ് എഴുതുന്നതെങ്കിൽ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട് എഴുതുമ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതും. ക്ലിയർ? ഇവിടെ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് എഴുതുന്ന ബാലൻസിങ് ഫിഗറിനെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്ന എഫക്റ്റ് പോലെ എക്സിന്റെയും വൈയുടെയും എമൗണ്ട് എഴുതും. എന്നിട്ട് നമ്മൾ അപ്പോഴേ ഡിസ്കസ് ചെയ്ത പോലെ എഗെയിൻ ഒരു പി ആൻഡ് എൽ അക്കൗണ്ട്, ഒറ്റ എമൗണ്ട് കോളമേ എന്തിനുണ്ടാവുള്ളൂ? ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിന് ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ കോമൺ ആയിട്ട് അവസാനം കണ്ട ജനറൽ മാനേജർ സാലറി, അത് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ആൻ ഇൻകം, അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ ഇവിടുന്ന് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതുന്ന ബാലൻസ്, പിന്നെ ഇൻകം ആയ ഇൻട്രസ്റ്റ്, അത് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ജനറൽ മാനേജർ സാലറി എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. കാരണം പി ആൻഡ് എൽ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട്. ആസ് പെർ നോമിനൽ അക്കൗണ്ട്സ് റൂൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ടോട്ടൽ ചെയ്ത് നോക്കാം. ഡെബിറ്റ് സൈഡിൽ ആകെ ഒരു ഐറ്റമേ ഉള്ളൂ, 6,000. ഇവിടെ 48,500 ആണ് ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ. അപ്പൊ വാട്ട് യു ഗെറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പണ്ട് നിങ്ങൾ പഠിച്ച ഫൈനൽ അക്കൗണ്ട്സിനകത്ത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ ഇവിടെ അത് ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട് ആണ്. അത്രേ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഇവിടെ ബാലൻസിങ് ഫിഗർ വന്നു, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അപ്പുറത്താണ് വരുന്നതെങ്കിൽ ഇറ്റ് ബിക്കംസ് നെറ്റ് ലോസ്. ബാക്കി ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതെല്ലാം പഴയതുപോലെ തന്നെ, നോ ചേഞ്ച്, ഒരു എമൗണ്ട് കോളമേ ഉള്ളൂ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിനും ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് അക്കൗണ്ടിനും ഡിപ്പാർട്ട്മെന്റൽ പി ആൻഡ് എൽ അക്കൗണ്ടിനുമാണ് 2 എമൗണ്ട് കോളംസ്. ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിനും ഒരു സിംഗിൾ കോളമേ ഉണ്ടാവും, സിംഗിൾ എമൗണ്ട് കോളം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് പ്രാക്ടിക്കൽ പ്രോബ്ലം 2 ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ സെയിം പാറ്റേൺ. ഇവിടെ റെന്റ് ആൻഡ് റേറ്റ്സും സൺട്രി ചാർജസും ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ അത് ഈക്വലി ചെയ്യണം, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദി പ്രാക്ടിക്കൽ പ്രോബ്ലം 2 യു ക്യാൻ ട്രൈ ഇറ്റ് ബൈ യുവർ സെൽഫ്. ജസ്റ്റ് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യും. ബട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഐ വിൽ എക്സ്പ്ലെയിൻ. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലം 1 പോലെ തന്നെ ഐ വിൽ ഡു ഇറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്. കാരണം ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മേ ബി ചിലപ്പോൾ ലെങ്തി ആയിട്ട് പോയിട്ട് നമുക്കൊരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളോട് നേരത്തെ ഞാൻ ഏത് പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മോഡൽ ഇലിസ്ട്രേഷനും പറഞ്ഞു പോകുന്നു. ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ഇങ്ങനെ ഒരു ഇലിസ്ട്രേഷൻ മോഡലായിട്ട് ഉണ്ടാവില്ല. പ്രാക്ടിക്കൽ പ്രോബ്ലം വിൽ ബി ഡിഫറെൻറ്റ് വൺ. അത് അപ്പോഴത്തെ സിറ്റുവേഷൻ വരുമ്പോൾ we will manage. Okay, fine. അപ്പോൾ a firm has 2 departments, A and B. During the year ending 31st December 2014, ഇതാണ് അലോക്കേഷൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. പർച്ചേസസ് യു വിൽ റെക്കോർഡ് ഇറ്റ് ഇൻ ദി ഡെബിറ്റ് സൈഡ്, റിട്ടേൺസ് മൈനസ് ചെയ്യണം, മറക്കരുത്. സെയിൽസ് യു വിൽ റെക്കോർഡ് ഇറ്റ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, അവിടെയും റിട്ടേൺസ് മൈനസ് ചെയ്യുക. വേജസ് യു വിൽ റെക്കോർഡ് ഇറ്റ് ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. അടുത്ത ഐറ്റം സാലറി ആണ്, അത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. ദെൻ ദ ലാസ്റ്റ് അലോക്കേഷൻ തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. These are the expenses which you are supposed to make a apportionment, അല്ലെങ്കിൽ ജനറൽ പി ആൻഡിൽ എടുക്കേണ്ട എമൗണ്ടുകൾ. ക്യാരേജ് ഇൻവേർഡ് ആണ്, ഇൻവേർഡ് അത് എന്തിന്റെ ബേസിൽ ഡിവൈഡ് ചെയ്യൂ? നെറ്റ് പർച്ചേസസ്. റെന്റ്, റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ്, അത് താഴെ ക്വസ്റ്റിന്റെ താഴെ ഇവിടെ പറയുന്നുണ്ട് 3:2 ഡിവൈഡ് ചെയ്തിരിക്കും. ക്യാരേജ് ഔട്ട്വേർഡ്സ് യു വിൽ റെക്കോർഡ് ഇറ്റ് ഇൻ ദി ഓൺ ദി ബേസിസ് ഓഫ് സെയിൽസ്. ഔട്ട്വേർഡ്സ് ആണ്, സ്ഥാപനത്തിൽ നിന്ന് പോകുന്നത്. ദെൻ സൺട്രി ചാർജസ്, അതും ഇവിടെ താഴെ തന്നെ പറയുന്നുണ്ട് 3:2. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യും. ലാസ്റ്റ് 2 ഐറ്റം നമ്മൾ ഈ ഇലിസ്ട്രേഷനിൽ കണ്ട പോലെ തന്നെ they are the items to be recorded in the general P&L account. General manager salary is an expense, so record it in the debit side. Bank interest and interest on investment is an income, record it in the credit side. So കിട്ടുന്ന ആൻസർ ഇവിടെ ജസ്റ്റ് ഹിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്.
If you have any doubts, you can ask me.